ചോദ്യമാണ്. ആ ചോദ്യത്തിലേക്ക് എത്തി നമ്മൾ. ആ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുമോ, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണോ, നിങ്ങൾ തമ്മിൽ ലിവിംഗ് ടുഗദറിലാണോ, നിങ്ങൾ തമ്മിൽ അതാണോ ഇതാണോ, ക്ലാരിറ്റി എന്താണ്, ക്ലാരിറ്റി ഇല്ലേ, ക്ലാരിറ്റി കൊടുക്കാനുണ്ടോ? ഹലോ, ജാസ്മിൻ ജാഫറും ഗബ്രിയെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേട്ടോ. ജാസ്മിൻ ജാഫറും ഗബ്രിയും ഒക്കെ ഇഷ്ട താരങ്ങളാണ്. ബിഗ് ബോക്സിലെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉണ്ടായിരുന്നത് ഇവരുടെ കോംബോയ്ക്ക് ആയിരുന്നു എന്ന് തന്നെ പറയാം. ബിഗ് ബോസിൽ വെച്ച് തന്നെ ഇവരുടെ റിലേഷൻ എന്ത് തരം ക്ലാരിറ്റിയാണ് എന്നല്ലെങ്കിൽ ഏത് തരം റിലേഷൻ ആണെന്നുള്ളത് ഇവർക്ക് തന്നെ ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലായിരുന്നു പോയിരുന്നത്. പക്ഷേ പലപ്പോഴും നമുക്ക് അവിടെ കാണാൻ സാധിച്ചിരുന്നത് ഗബ്രിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അവരുടെ റിലേഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഗബ്രിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ജാസ്മിൻ ആയിരുന്നു ആ ക്ലാരിറ്റി ഇല്ലാതെ പോയത് എന്നാണ്. ജാസ്മിൻ ഇല്ലാതെ പോയി, അത് ജാസ്മിൻ്റെ നിഷ്കളങ്കതയായിട്ടാണ് പലരും കണ്ടത്. എന്നാൽ ഗബ്രിക്ക് ആ ക്ലാരിറ്റി അവിടെ തന്നെ വെളിപ്പെടുത്തുകയും അതുകൊണ്ട് തന്നെയാണ് ഗബ്രിക്ക് പെട്ടെന്ന് തന്നെ ഷോയിൽ നിന്ന് പോവേണ്ടി വന്നത്. കാരണം അത്രയും പ്രേക്ഷക പിന്തുണ ഗബ്രിക്ക് കുറയാൻ കാരണം ഗബ്രിയുടെ ആ ഒരു ക്ലാരിറ്റി കൊണ്ട് തന്നെയാണ്, ക്ലാരിറ്റി വെളിപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ക്ലാരിറ്റി മറ്റ് ജനങ്ങൾക്ക് പ്രേക്ഷകർക്ക് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഗബ്രിക്ക് അവിടെ നിന്ന് പിരിയേണ്ടി വന്നത്, അല്ലെങ്കിൽ ആ ഒരു ഷോയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ പോയത് എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. എന്നാൽ ഇപ്പോഴും അവരുടെ ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഞങ്ങളുടെ ക്ലാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പലപ്പോഴും ആ ഒരു ഷോയിൽ പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ആ ഷോയിൽ തന്നെ പല എതിർപ്പുകൾക്കും വാദങ്ങൾക്കൊക്കെ കാരണമായി തീർന്നത് ഇവരുടെ ഒരു റിലേഷൻ്റെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ക്ലാരിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റസാണ്, അല്ലെങ്കിൽ ആ ഒരു നിലപാടും ആ ഒരു ഇതൊക്കെയാണ്, വ്യക്തമല്ലാത്തൊരു റിലേഷൻ എന്ന രീതിയിലാണ് ഇതിനെ പലപ്പോഴും പല ആളുകളും വ്യാഖ്യാനിച്ചത് എന്ന് നമുക്ക് കാണാം. എന്നാൽ ഇപ്പോൾ അവർ തങ്ങളുടെ ജീവിതം, തങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെന്നും തങ്ങൾ ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്നും തങ്ങൾ ഒരേ വൈബുള്ള ആളുകളാണ്, അതുകൊണ്ട് തന്നെ തങ്ങൾക്കൊരിക്കലും വിവാഹം കഴിക്കാൻ കഴിയില്ല എന്നുമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബിഗ് ബോസിൽ വെച്ച് ഇരുവരും പറയുകയുണ്ടായി, തങ്ങളുടെ റിലീജിയൻ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ തങ്ങളൊക്കെ ഒരിക്കലും കല്യാണം കഴിക്കാൻ സാധിക്കില്ല, തങ്ങൾക്ക് ഇഷ്ടമുണ്ട്, പക്ഷേ തങ്ങളെ അത് സമ്മതിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു റിലീജിയൻ അതിനനുവദിക്കില്ല എന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. അതേ രീതി തന്നെയായിരുന്നു ഇവരുടെ ഈ ഒരു വെളിപ്പെടുത്തലിലും പറയുന്നത്. റിലീജിയൻ വേറെയാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികളാണ്, എന്നാൽ ഞങ്ങൾ ഒരേ വൈബാണ് എന്നൊക്കെ ഇവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇപ്പോഴും ക്ലാരിറ്റി ഇരുവർക്കും നൽകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ക്ലാരിറ്റി എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തെങ്കിലും ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നൽകാൻ സാധിച്ചിട്ടില്ല. കാരണം ഇവർ ഇനി ഞങ്ങൾ എന്തായാലും തീർച്ചയായും മറ്റൊരു വിവാഹം കഴിക്കും എന്നുള്ളത് രണ്ടുപേരും പറയുന്നുണ്ടെങ്കിൽ പോലും ഇനി മറ്റൊരു വിവാഹം കഴിച്ചാൽ തന്നെ ഈ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഈ ഒരു റിലേഷൻ അവർക്ക് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം മറ്റൊരു റിലേഷൻ ഇരുവരും രണ്ട് വ്യത്യസ്ത വ്യക്തികളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവർക്കൊരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം ജാസ്മിന് തന്നെയായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജാസ്മിൻ ആയാലും ഷോയിൽ വെച്ചിട്ട് ജാസ്മിന് ഒരുപാടധികം ഗബ്രിയെ സ്നേഹിക്കുന്നതായിട്ട് നമുക്ക്, ഗബ്രിയേക്കാളും കൂടുതൽ ജാസ്മിൻ ഗബ്രിയെ സ്നേഹിക്കുന്ന രീതിയിലാണ് കാണുന്നത്. കാരണം ഗബ്രിയേക്കാളും നഷ്ടമായത് ജാസ്മിനായിരുന്നു. ജാസ്മിനാണ് അവരുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ പ്രതീക്ഷകൾ, അവരുടെ സ്വപ്നങ്ങളൊക്കെ നഷ്ടമായത് ഈ ഒരു ഷോയിൽ വന്നതിന് ശേഷമാണ്. പക്ഷേ അത് കുറച്ച് രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഗബ്രിയുടെ തിരിച്ചുവരവ്, വീണ്ടും റീ എൻട്രി ചെയ്ത് വീണ്ടും അത് കൊളാക്കുന്ന രീതിയിലാണ് ഗബ്രിയുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ. പ്രേക്ഷകരൊക്കെ തന്നെ ഈ ഒരു അഭിപ്രായം തന്നെയാണ് മിക്ക പ്രേക്ഷകർക്കും ഉള്ളത്. ഇനിയെങ്കിലും ഒരു ഗ്യാപ്പ് വെക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. അതൊരു പക്ഷേ നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിലേക്ക് ഒരു പ്രയോജനമായിരിക്കും. നമ്മൾക്കിത് പറയാനേ സാധിക്കുള്ളൂ. അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ലൈഫാണ്, അതിൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല. നമ്മളൊരു ഇഷ്ടപ്പെടുന്ന പ്രേക്ഷക എന്ന രീതിയിൽ നമ്മളിങ്ങനെ പറയുന്നു എന്ന് മാത്രം. ജാസ്മിനെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം, നമ്മൾ കണ്ടെടുത്തോളം, ജാസ്മിനെ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഒരാളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ എതിർത്ത് പറഞ്ഞാലും അയാളെ ഒഴിവാക്കുന്ന സ്വഭാവക്കാരിയല്ല. അവരെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയും ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു വ്യക്തിയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയും നിങ്ങൾ അതുപോലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും, നിങ്ങളും നിങ്ങളുടെ ഫാമിലി ആയിരിക്കും അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് സുഹൃത്തെ. മറ്റൊരു കാര്യം കൂടി ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഷോയിൽ വെച്ച് തനിക്ക് ആരുമില്ലായിരുന്നു, തന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാത്തത് കൊണ്ടാണ്
താൻ കൂടുതലായിട്ടും ഈ ഒരു ഗബ്രിയോട് അടുത്ത് പോയതെന്നും അതുപോലെ തന്നെ ഗബ്രിയെ പാമ്പർ ചെയ്തതും സപ്പോർട്ട് ചെയ്തതും ഒക്കെ അങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് ജാസ്മിൻ പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ ഷോയിൽ വെച്ച് റസ്മിനും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. ജാസ്മിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. പല കാര്യങ്ങളും റസ്മിൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ പലപ്പോഴും റസ്മിനെയൊക്കെ അവഗണിക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. റസ്മിൻ പറഞ്ഞതൊന്നും തന്നെ ജാസ്മിൻ എടുത്തിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. അത് പുറത്തു വന്നപ്പോഴും അങ്ങനെ തന്നെയാണ് പോകുന്നത്. എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോവട്ടെ, എല്ലാവരും നല്ലതാവട്ടെ. താങ്ക് യു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.